സെറ്റ് ഫിസിക്സ് സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സെറ്റ് ആസ്പിറൻ്റ് എന്ന നിലയിൽ നമ്മൾ +1 +2 ഡിഗ്രി PG ലെവലിലുള്ള ഫിസിക്സ് കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. എന്ന് വെച്ചിട്ട് ഭയങ്കര ഡെപ്തായിട്ട് പഠിക്കണ്ട, കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കണം. അതിൻ്റെ ഒപ്പം കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ഫിസിക്സിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ കുറേ സിലബസ് വരുന്നുണ്ട്. ഇതിൽ ഈ സിലബസ് ഒന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, കാരണം ഈ ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ സിലബസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഈ വീഡിയോന് ശേഷം നമ്മൾ ഓരോ ടോപ്പിക്സിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ, അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാനുണ്ട്, ദെൻ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാനുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാനുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പഠിക്കാനുണ്ട്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് പഠിക്കാനുണ്ട്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് പഠിക്കാനുണ്ട്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് പഠിക്കാനുണ്ട്, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫിസിക്സ് സെറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ടോപ്പിക്കിൻ്റെയും ഇടുന്നുണ്ട്. അപ്പം അതിനു മുന്നേ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ സെറ്റ് ക്വാളിഫൈ ആവുന്നതെന്ന്. അതായത് ജനറലിനും OBCക്കും SC/ST കാറ്റഗറീസിനൊക്കെ വേറെ വേറെ മാർക്കാണ് ഉള്ളത്, മാർക്കാണ് വേണ്ടത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെറ്റ് എക്സാമിൽ നമുക്ക് 2 പേപ്പറാണ് ഉള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1ൽ നമുക്ക് ജനറൽ പേപ്പറാണ്, അതായത് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ. BEdന് നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്കോളജി, ഫിലോസഫി, ഇതിൽ നിന്നൊക്കെയാണ് പേപ്പർ 1ന് ചോദിക്കുക. അതായത് 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1ന് ഉണ്ടാവുക. അതുപോലെ പേപ്പർ 2നും 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പേപ്പർ 2 ആണ് നമ്മളുടെ സബ്ജക്റ്റ് പേപ്പർ. അപ്പോൾ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ പേപ്പർ 1ൽ 40% മാർക്ക് ഉണ്ടായിരിക്കണം, പേപ്പർ 2ൽ 40% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് സെപ്പറേറ്റ് 40% മാർക്ക് 2 പേപ്പറിനും കിട്ടിയിരിക്കണം. അത് കൂടാതെ ഇത് 2 പേപ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 48% കിട്ടിയിരിക്കണം ഒരു ജനറൽ കാറ്റഗറിയുള്ള സ്റ്റുഡൻറ്റിന്. എന്നാൽ മാത്രമേ ക്വാളിഫൈ ആവാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം 35 ഉള്ളതെങ്കിൽ പേപ്പർ 1ന് 35ഉം പേപ്പർ 2ൽ 60% കിട്ടിയെന്ന് വിചാരിക്കും. എങ്കിലും എന്ത് ചെയ്യില്ല, ടോട്ടൽ എന്തായാലും 48ൻ്റെ മേലെ കടക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, എക്സാം ക്വാളിഫൈ ചെയ്യില്ല. കാരണം സെപ്പറേറ്റ് ആയിട്ട് എന്ത് വേണം, മിനിമം 40% 2 പേപ്പറിനും ഇൻഡിവിജ്വലായിട്ട് വേണം, കൂടാതെ എഗ്രിഗേറ്റ് ആയിട്ട് 48% വേണം. അതുപോലെ തന്നെയാണ് OBCൻ്റെയും SC/ST കാറ്റഗറിയിലും വരുന്നത്. ഇവർക്ക് 35% ആണ് പേപ്പർ 1നും പേപ്പർ 2നും സെപ്പറേറ്റ് ആയിട്ട് വേണ്ടത്, എഗ്രിഗേറ്റ് ആയിട്ട് 45%ഉം 40%ഉം. അപ്പോൾ ഇത്രയാണ് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടേണ്ടത് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്സും എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനാവുക എന്നുള്ളത് നമുക്കിനി വരുന്ന വീഡിയോസിൽ നോക്കാം. അപ്പോൾ താങ്ക് യു.